ഹായ് ഫ്രണ്ട്സ്, ബിന്ദുസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നൊരു നാടൻ രീതിയിലൊരു ബീഫ് കറിയാണ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടി ഞാൻ ഒരു 2 കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി വെള്ളം തോർത്തി വെച്ചിട്ടുണ്ട്. നമ്മളൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരട്ടെ. അപ്പോഴത്തേക്കിനും നമ്മൾക്ക് ഒരു 4 ടേബിൾ സ്പൂൺ മുളക് പൊടിയും അത് രണ്ടും കൂടെ മിക്സ് ചെയ്താണ് കാശ്മീരി ചില്ലിയും എരിവുള്ളതും കൂടെ, അതുപോലെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് വേറൊരു പാനിൽ വെച്ച് ഒന്ന് ചൂടാക്കിയെടുക്കാം. നമ്മുടെ ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ കൊത്തിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ തേങ്ങാക്കൊത്തൊന്ന് മൂത്ത് ഒരു ബ്രൗൺ കളറായിട്ട് വരുമ്പോഴത്തേക്കിന് നമുക്കതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഞാൻ കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 1/2 കിലോയോളം കൊച്ചുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി ഒന്ന് വഴന്നു വന്നപ്പോഴത്തേക്കിനും ഞാനൊരു മീഡിയം സൈസ് 3 വലിയ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. കൊച്ചുള്ളി തന്നെ ചേർക്കുന്നതാണ് രുചി കൂടുതൽ. കൊച്ചുള്ളി പൊളിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് ഇത് ചേർക്കുന്നത്. ഇതൊന്ന് വഴന്ന് കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാവേ. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 2 കുടം വെളുത്തുള്ളി പൊളിച്ച് ഒന്ന് ചതച്ച് വെച്ചിരിക്കുന്നതാണ്. അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ മീഡിയം സൈസ് ഒരു 2 കഷ്ണം ഇഞ്ചി ചതച്ച് വെച്ചിരിക്കുന്നതാണ്. അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 3-4 പച്ചമുളക് കീറിയതും കൂടെ ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഇട്ട് നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം. നമ്മുടെ ഉള്ളി ഏകദേശം വഴന്ന് വന്ന് ഒരു ബ്രൗൺ കളറായിട്ടുണ്ടെല്ലാം. നമുക്കതിലേക്ക് ഒരു 2-3 തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒന്ന് ഇളക്കാം. അല്ല, സവാളയൊക്കെ ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പം ഇതെല്ലാം കൂടെ മൂത്തൊരു നല്ല മണം വന്നിട്ടുണ്ട്. നമുക്കതിൻ്റെ കൂടെ മുമ്പേ നമ്മൾ എടുത്ത് വെച്ച മുളക് പൊടിയും അതിൻ്റെ കൂടെ ഞാൻ 2-3 ഏലക്കായും പെരുംജീരകവും തക്കോലവും കറുവപ്പട്ടയും എല്ലാം കൂടെ ഇട്ട് ചേർത്തൊന്ന് മൂപ്പിച്ചരച്ചെടുത്തതാണിത്. ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിതിൽ മീറ്റ് മസാല ചേർക്കുന്നില്ല. നമുക്ക് ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കൊരു ശകലം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ അരപ്പൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് കഴുകി എടുത്ത് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. അതുകൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അങ്ങനെ നമ്മുടെ ബീഫെല്ലാം അരപ്പിനകത്ത് നല്ല വെള്ളം ഇളക്കിയെടുത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് വേവാൻ ആവശ്യമായ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ഈ ചീനച്ചട്ടി തന്നെ കിടന്ന് വേകട്ടെ. ഒരു അരമണിക്കൂർ, ചിലപ്പോൾ 3/4 മണിക്കൂറൊക്കെ വേണ്ടി വരും. കറി അങ്ങനെ ചീനച്ചട്ടി കിടന്ന് വെന്ത് പറ്റി വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഒരു ശകലം കായപ്പൊടി ചേർത്ത് കൊടുക്കും. ഒരു നുള്ള് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഞാൻ ഇച്ചിരി ചാറോട് കൂടിയാണ് ബീഫ് കറി വെച്ചിരിക്കുന്നത്. ഇത് ബീഫ് കറിയാണ്, നാടൻ രീതിയിലുള്ള ബീഫ് കറിയാണ്. നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ.
നമുക്കൊരു ശകലം പെരുംജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാവേ. ഞാനൊരു ശകലം കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമുക്കൊന്ന് കടുക് വറുത്തൊന്ന് താളിച്ച് കൂടെ കൊടുക്കാം. അതിൻ്റെ കൂടെ ഞാനൊരു ശകലം പെരുംജീരകം കൂടെ വറുത്തിടുന്നുണ്ട്. അത് എൻ്റെ രീതിയിൽ ഞാൻ വയ്ക്കുന്നതാണ്. നമുക്ക് വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകം, ഒരു 2-3 തണ്ട് കറിവേപ്പില കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അതുകൂടി ഒന്ന് താളിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ ഈ ബീഫിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഞാൻ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതാണ് ഞാനത് ചേർത്ത് കൊടുത്തത്. അങ്ങനെ നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. അപ്പത്തിൻ്റെ കൂടെയും കപ്പയുടെ കൂടെയും എല്ലാം നമുക്കൊരു ഈസ്റ്റർ സ്പെഷ്യൽ ബീഫ് കറിയാണ് ഇത്. ഇതിൻ്റെ കൂടെ ഞാൻ അപ്പമാണ് കഴിക്കാൻ പോകുന്നത്, വെള്ളയപ്പം. താങ്ക് യു. അങ്ങനെ നമ്മുടെ ബീഫ് കറി ഏകദേശം ചെറിയ ചാറോടുകൂടി പറ്റി വന്നിട്ടുണ്ട്. കണ്ടോ? നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതുപോലെ. കണ്ടല്ലോ.